എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ആദ്യം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഈ ചടങ്ങിനെ ദീർഘിപ്പിക്കാനല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ശ്രീ കുഞ്ചാക്ക ബോബൻ സൂചിപ്പിച്ച പോലെ ഓണം എല്ലാവരുടെയുമാണ്. ജാതി, മതം, റീജൻ, കേരളത്തിൻ്റെ ഓരോരോ ഭാഗത്ത് വരുന്ന എല്ലാവർക്കും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ദിനമാണത്. ആ സന്തോഷം നമ്മളെല്ലാവരും പങ്കെടുക്കുന്നു. അതിനൊപ്പം നമ്മൾക്ക് ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. മാവേലി എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ഒരിക്കൽ തിരിച്ചു വരുന്നത്? അദ്ദേഹം മാവേലി നാട് വാണിയിടും കാലം എല്ലാവരും ഒരുപോലെ ആയിരുന്നു, എല്ലാവരും ഒരുമിച്ച് സമൃദ്ധി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അത് ഇപ്പോഴും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അത് ഗ്യാരണ്ടി ചെയ്യാൻ തന്നെ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. ഓണത്തിന്റെ സ്പിരിറ്റ് ആണ് സർക്കാരിന്റെ രാഷ്ട്രീയത്തിന്റെയും സ്പിരിറ്റ്. എല്ലാവരെയും ഒരേപോലെ കാണണം, എല്ലാവർക്കും ഒരേപോലെ വികസനവും സഹായവും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളുടെ സമൃദ്ധി എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കണം. അതിനല്ലേ രാഷ്ട്രീയക്കാരും ഇരിക്കുന്നത്. അതുപോലെ തന്നെ മഹാബലി ഇവിടെ വരുമ്പോൾ നമ്മളെ ആവശ്യപ്പെടുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളോട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ വർഷത്തിന്റെ മുദ്രാവാക്യമാണ്. ഇനി എന്നും പൂക്കാലം. പൂവെന്ന് പറഞ്ഞാൽ പഴയ കാലത്തിന്റെ കാര്യമല്ലല്ലോ. എല്ലാ ദിവസവും നമ്മൾ പൂക്കലം വീണ്ടും റിന്യൂ ചെയ്യേണ്ടി വരും. ഫ്ലവേഴ്സ് ആർ ഫോർ റിന്യൂവൽ, ഫോർ റിഫ്രഷിംഗ്. അപ്പൊ ആ സ്പിരിറ്റില് നമ്മളുടെ ഈ ഓണം ആഘോഷം പുതിയ രീതിയിൽ കേരളത്തെ ആക്കാനാണ് നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യണത്. Our best days are not behind us. The future beckons with fresh flowers. അതാണ് ഇന്നത്തെ കഥ. ഞാൻ തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിയായിട്ട് ഈ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് ഒരു രണ്ട് വാക്കും കൂടി ചേർത്തിട്ട്, നമുക്ക് ഈ ആഴ്ചയുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ 35 വെന്യൂ ഉണ്ട് നമ്മളുടെ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ. നിശാഗന്ധി ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും നിൽക്കുന്നു. കനകകുന്ന അടുത്താണ്. മ്യൂസിയം കോമ്പൗണ്ടിലും പല പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ശംഖുമുഖത്തിന്റെ ബീച്ചിലും കോവളത്തിലും വർക്കലയിലും ഒക്കെ നമ്മൾ ഈ ആഘോഷത്തിന്റെ ഓരോരോ പരിപാടികൾ നടത്തുന്നുണ്ട്. ആറ്റിങ്കലിലും നെടുമങ്ങാടിലും നെയ്യാറ്റിൻകരയിലും ഒക്കെ ചെമ്പന്തിയിലത്തെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുകുലത്തും കൂടി ഓണം ആഘോഷം നമ്മൾ നടത്തുന്നുണ്ട്. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലിരിക്കാനോ ഒരു വേദിയിൽ സ്റ്റേജിൽ മാത്രം കാണാനല്ല, ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനാണ്. അതാണ് ഈ വർഷത്തിന്റെ പ്രോഗ്രാം വീണ്ടും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ആഘോഷം എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു ആഘോഷമാവണം. കനക്കെന്നിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നളചരിത്രം ഓരോരോ വൈകുന്നേരം ഉണ്ടാവും. നല്ല പെർഫോമേഴ്സാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും വന്ന് ഇവിടെ ചെയ്യുന്നത്. ഭാരത് ഭവനിൽ ഒരാഴ്ച ക്ലാസിക്കൽ മ്യൂസിക്കും ഡാൻസും. അതുമാത്രമല്ല, നമ്മളുടെ ഓരോരോ കല, ഓരോ നൃത്യം, ഓരോരോ കാര്യങ്ങൾ ക്ഷേത്രത്തിലും മസ്ജിദിലും പള്ളികളിലും ഒക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടാവും. പടയാണി, തെയ്യം, എല്ലാം പല പല വിധത്തിന്റെ പെർഫോമൻസസ് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ശംഖുമുഖത്തിൽ ഒരു ഡെഡിക്കേറ്റഡ് വെന്യൂ ഉണ്ട് മഹിളകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട്. അതിൽ ഭിന്നശേഷി കുട്ടികൾക്ക് പെർഫോം ചെയ്യാനൊരു അവസരം കൊടുക്കും. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഓണത്തിന് ആഘോഷം എല്ലാവരും ഉൾപ്പെടുത്താനാണ്, എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാനാണ്, എല്ലാവർക്കും മഹാബലിക്കൊരു സന്ദേശം കൊടുക്കണം. നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന ഒരു സന്തോഷം, പങ്കെടുക്കുന്ന ഒരു സമൃദ്ധി, അതാണ് കേരളത്തിന്റെ കഥ. ഞാൻ ദീർഘിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വിഷ്ണുനാഥന്റെ രണ്ട് വകുപ്പുണ്ടല്ലോ, കൾച്ചറുമുണ്ട് ടൂറിസവുമുണ്ട്. കൾച്ചറുണ്ട്, ഞാനിവിടെ ചില ടൂറിസ്റ്റിനെ കാണുന്നു നമ്മളുടെ ഈ സദസ്സിൽ. വിദേശത്ത് വന്ന ചിലവര് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഒരു കാര്യം മറക്കരുത്, ടൂറിസം നമ്മുടെ കേരളത്തിന്റെ വലിയ ഒരു എൻജിൻ ഓഫ് ലൈവ്ലിഹുഡായിട്ട് കാണണം. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ടൂറിസമിലാണ് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗവും ടൂറിസമിന് വേണ്ടി വാതിൽ തുറക്കണം. നമ്മൾക്ക് ഇന്നാള് മുഖ്യമന്ത്രി വിഴിഞ്ഞ തുറമുഖിൽ എല്ലാ വലിയ മദർഷിപ്പിന് വേണ്ടിയിട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വേണ്ടിയിട്ടും നമ്മൾ തുറമുഖിനെ തുറന്നു. എയർപോർട്ടിന്റെ കണക്ഷൻ നമ്മൾ കൂടുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരം is no longer the end of the line, it is the gateway. A gateway to India. Gateway of India മുംബൈ എടുത്തു കഴിഞ്ഞു. Gateway to India is തിരുവനന്തപുരം. അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും, ഓണം ആഘോഷിക്കാൻ വരുന്നവരും ഈ സ്ഥലം കാണുന്നവരും
കേരളത്തിനെ അവർ ഹൃദയത്തിൽ കൊണ്ടുപോട്ടെ ഇവിടുന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ തലസ്ഥാനത്ത് നിന്ന് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടും വരാൻ പോകുന്ന നമ്മളെ കണ്ടിട്ട് ഈ സ്ഥലം വിട്ട് പോകുന്നവർക്കും കേരളത്തിൻ്റെ സൗന്ദര്യവും എല്ലാം അറിയട്ടെ. ഒരിക്കലും കൂടി മുഖ്യമന്ത്രിക്കും ടൂറിസം കൾച്ചർ മിനിസ്റ്ററിനും സർക്കാരിനും എൻ്റെ എല്ലാ വിധത്തിലത്തെ വോം കൺഗ്രാറ്റുലേഷൻസ്. ഇതൊരു എക്സ്ട്രോർഡിനറി വീക്കായി മാറി വരാൻ പോവാണ്. ഈ ആഴ്ച നമ്മൾക്ക് പല പല അവസരങ്ങളിലും തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞ പോലെ 35 സ്ഥലത്തിൽ താങ്കൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. മഹാബലി എല്ലാ വർഷവും തിരിച്ചു വരുമ്പോൾ നമ്മളുടെ സന്തോഷം, നമ്മളുടെ സമൃദ്ധി, നമ്മളുടെ സ്നേഹം, നമ്മളുടെ സമാധാനം കൂടി കാണട്ടെ. എല്ലാവരും ഒരുമിച്ചിരിക്കട്ടെ. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഈ വേദിയിൽ കാണുമ്പോൾ നമ്മൾ ബോബനും ഞാൻ രണ്ടാളും പറഞ്ഞു എല്ലാവരെയും ഒരുമിച്ച് കൂടുന്ന ഒരു അവസരമാണ് ഓണം എന്ന്. പക്ഷെ ഇതിൽ ജാതി, മതം, റീജൻ ഒക്കെ പറഞ്ഞ ശേഷം ഒന്നും കൂടി പറയായിരുന്നു, രാഷ്ട്രീയമില്ലാത്ത ഒരു അവസരമാണ്. നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അവർ പ്രതിനിധികളുണ്ട് ഈ വേദിയിൽ. അവരെയും സ്വീകരിക്കുക, എല്ലാവരും കൂടി ഒരുമിച്ച് കേരളത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയും കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയും ഇനിയും എല്ലാ വർഷവും എല്ലാ സമയത്തും പൂക്കാലം തന്നെ ആവട്ടെ. എല്ലാവർക്കും ഒരിക്കലും കൂടി എല്ലാ മലയാളികൾക്കും, ലോകം മുഴുവൻ ഇരിക്കുന്ന മലയാളികൾക്കും, വന്ന ടൂറിസ്റ്റിന് എല്ലാവർക്കും ഒരിക്കലും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ, ഓണം ആശംസകളോടെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.